ഇപ്പോൾ ശബരിമലയിൽ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ടൊരു പരിശോധന നടത്തി വേണ്ടതാണ്. നടത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എവിടേക്കാണോ ഭക്തരെ ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഭക്ഷണം, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് എവിടെയെങ്കിലും നമ്മളുടെ ഭക്തർക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകണമെന്ന് ഫോറസ്റ്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിലവിലുണ്ടായിരുന്ന കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ അതും മെച്ചപ്പെടുത്താനുള്ള നടപടി ചെയ്യും. അപ്പം നമ്മുടെ IG-യുടെ നേതൃത്വത്തിൽ പോലീസ് സേന നല്ലപോലെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ ദേവസ്വം സെക്രട്ടറി നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പും പ്രവർത്തിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അസാധാരണമായിട്ടുള്ളൊരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എരുമേലിയിൽ നടന്ന സമരത്തിൽ വിളിച്ച മുദ്രാവാക്യം എരുമേലി സെൻറ്ററിൽ വെച്ചിട്ടാണ്. ആ വിളിച്ച മുദ്രാവാക്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ആളുകളെ ഇവിടെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുക്കണ്ടേ? അപ്പോൾ എരുമേലിയിൽ വെച്ചാണ് ഈ സമരം നടന്നത്. എരുമേലിയിലാണെങ്കിൽ ഈ വക കാര്യത്തിന് ഒരു കുറവുമില്ല. എരുമേലിയിൽ നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ നല്ലപോലെയുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, ഭക്ഷണം അവിടെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, വെള്ളം കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റും സൗകര്യവും എല്ലാം ഉള്ള സ്ഥലത്ത് വെച്ചാണ് ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. അത് ബോധപൂർവമാണ്. ഇതിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ തീർത്ഥാടനത്തിനെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളമോ അല്ലെങ്കിൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാത്ത സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ അത് ന്യായീകരിക്കും. ഇത് ഇല്ലാത്ത സ്ഥലത്താണ്. ഇന്നലെ ഇതുപോലെ തന്നെ വൈകുന്നേരം 3 മണിക്ക് നമ്മളിവിടെ നമ്മുടെ ക്യൂബ് കോംപ്ലക്സിൽ അവിടെ ആളുകൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവിടെ താമസിക്കുന്നത് 18ഓളം കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ട്. അവിടെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ നല്ലപോലെ ലഘുഭക്ഷണം, അല്ലാതെ ലാവിഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, അറിയാമല്ലോ. അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്, ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്, പച്ചവെള്ളം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ലഘുഭക്ഷണം കൊടുക്കും, സ്നാക്സും കൊടുക്കുന്നു. അത് വാങ്ങി കഴിച്ച ഉടനെ ഒരാൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വെള്ളവും തരാതെ ഭക്ഷണവും തരാതെ അതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ അതങ്ങനെ പഠിപ്പിച്ച് വെച്ചത് പറയുകയാണ് ചിലർ. പഠിപ്പിച്ച് വെച്ചത് പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ? ഇത് ബിസ്ക്കറ്റ് കിട്ടി, വെള്ളവും കിട്ടി, അപ്പോൾ ടോയ്ലറ്റ് സൗകര്യം അതിൻ്റെ അകത്തുണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൂടെ? അപ്പോൾ ആ തൊട്ടടുത്തുള്ള ഒരു ഭക്തൻ പറഞ്ഞു, ഞങ്ങളതെല്ലാം ഉപയോഗിച്ചു, ഇയാൾ വെറുതെ എന്ന് പറയുന്നൊരു സ്ഥിതിയില്ല. അതുപോലെ തന്നെ ഒരു കുട്ടി, ഞങ്ങളെല്ലാം കണ്ടാൽ നിലയ്ക്കൽ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ബസ്സിൽ കുട്ടിയുടെ രക്ഷകർത്താവ് കയറിയിരുന്നു. അത് പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രക്ഷകർത്താവിനെ കണ്ടില്ലെങ്കിൽ ആ കുട്ടിയെ വേവലാതിപ്പെടും എന്നുള്ളത് ഏത് മനുഷ്യർക്കും അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരും മക്കളുള്ള ആളുകളാണല്ലോ. നമ്മൾ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, രക്ഷകർത്താക്കൾ വിട്ടുപോകുമ്പോൾ അവർ പെട്ടെന്ന് ആശങ്ക വരും. അത് വലിയ രീതിയിൽ നമ്മളെ കുട്ടിയുടെ കണ്ണുനീര് വീഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ടെന്ന് സമരമാണ്. അതാ കൃത്യമായിട്ട് അവർ പറഞ്ഞു. ഇത് ഇദ്ദേഹത്തിൻ്റെ പേര്, ആ രക്ഷകർത്താവ് ഇറങ്ങി എന്തോ സാധനം മേടിക്കാൻ പോയ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടി നോക്കുമ്പോൾ രക്ഷകർത്താവിനെ കാണാനില്ല. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും കരയും. നമ്മളൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ ചെയ്തില്ല. അത് ഒരു അന്തർദേശീയ വാർത്തയാക്കി മാറ്റി ഇവിടെ ശബരിമലയിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തുകയാണെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് വീഴ്ത്തുന്നില്ല, ഒരു ഭക്തൻ്റെയും കണ്ണുനീര് വീഴ്ത്തുന്നില്ല. ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്ന് പിന്തിരിയണമെന്നാണ് ദേവസ്വം വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്, ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ആകെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ നന്മയെ തല്ലി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും ആരും നടത്താൻ പല രീതിയിലുള്ള സമരങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ആലോചനകളാണ്. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് ശബരിമല എടുക്കുക. ശബരിമല വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകളെ ഇളക്കി വിടാൻ കഴിയുമെന്നാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തമൊക്കെ തന്നെ കണ്ടവരാണ് നമ്മൾ. അത് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കേന്ദ്രമെന്ന നിലയിൽ
കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഒരാളും ശ്രമിക്കുക. മാധ്യമങ്ങൾ ശബരിമലയിലെ തിരക്ക് വലിയ വാർത്തയും വിവാദവുമായ സാഹചര്യത്തിൽ അവിടെ എത്തിയ ദേവസ്വം മന്ത്രി ഇപ്പോൾ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമാണ്, സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്കായി എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ബോധപൂർവമായി ചില കാര്യങ്ങൾ പടച്ചുവിടാനുള്ള ശ്രമം ഉണ്ടായി എന്ന ആരോപണം ആവർത്തിക്കുക കൂടിയാണ് അദ്ദേഹം.